ഇന്ന് സുമിയുടെ മൈലാഞ്ചി കല്യാണമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു നാളെയാണല്ലോ കല്യാണം. അപ്പോൾ നാളെ നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയി സുമിക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ആ മൈലാഞ്ചി കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ നെടുങ്കണ്ടത്തു നിന്നാണ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ബാക്കി എല്ലാവരും എൻ്റെ ക്ലാസ്മേറ്റ്സും എല്ലാവരും അവിടെ ഉണ്ടാവും. ഞാൻ ചെല്ലുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. ഗിഫ്റ്റ് വാങ്ങിയിട്ട് സുമേൻ്റെ അടുത്ത് പോയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരും. ഞാൻ കട്ടപ്പനയിൽ നിന്ന് കയറിയ ബസ്സിൽ തന്നെ ആഷ്നയും അഭിനയും വഴിക്കുന്ന് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സുമിക്ക് ഡ്രസ്സാണ് എടുത്തത് പോയത്. അപ്പം ദീപു അജിത്തും ഒക്കെ നവ്യൊക്കെ വരാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവർ വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു, ഭയങ്കര ചൂടായിരുന്നു, നടന്നു മടുത്തു. എനിക്കാണെങ്കിൽ വിശക്കാനും തുടങ്ങി, ഇപ്പോൾ ഉച്ചയായിരുന്നു. അപ്പോൾ അന്നൊരു ലൈം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈം കുടിക്കാൻ കയറിയപ്പോൾ ആഷ്ന പറഞ്ഞു ഷേക്ക് മതിയെന്ന്. പിന്നെ നമ്മൾ 3 പേരും ഷേക്ക് തന്നെ പറഞ്ഞു. കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ, അവർ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കൊണ്ടു തന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു, എക്സാം കഴിഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാൻ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പം ആഷ്ന ചെന്നതേ കയറി കിടന്ന് നല്ല സുഖമായി ഉറങ്ങിയെന്ന് പറഞ്ഞു. അഭിനിയുടെ ഫ്രണ്ട്സിനൊപ്പം ഓടിക്കളിക്കാൻ പോയെന്ന് പറഞ്ഞു. അഭിനയുടെ അമ്മ നാരങ്ങാളം ഉണ്ടാക്കി അത് സുമിയുടെ അടുത്ത് ബിരിയാണി ഞാൻ മടുത്തു, ഒന്നും കഴിച്ചില്ല. എനിക്ക് വിശക്കുന്നു, തലവേദന, വെയിലാണ്. ഇനി ഈ വണ്ടി 3 മണിയാകുമ്പോഴേ എടുക്കപ്പോ. ആരെയൊക്കെ കാണുന്നുണ്ട് അവിടെ? ഭയങ്കര അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ അവർക്കിടയിൽ. എൻ്റെ അമ്മയെ ഞാനാണെങ്കിൽ ശരിക്കും മടുത്തു കേട്ടോ. എനിക്ക് ആ ബസ്സിൽ ഇപ്പം ഞങ്ങൾ വന്ന ബസ് കട്ടപ്പനയ്ക്കുള്ളായിരുന്നു. അതിൽ കട്ടപ്പനയിൽ പോയി ഇറങ്ങിയാലോ എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഇതിനു വേണ്ടി ഇറങ്ങിയതല്ലേ, രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പം 3:30 മടുത്തു. കുറേ നടക്കണം അതിന്. എനിക്ക് എപ്പോഴാ വണ്ടി ഉള്ളതെന്ന് പോലും അറിയത്തില്ല. ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞാണ് നടക്കുന്നതെങ്കിലും നന്നായിട്ട് ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ആ നെടുങ്കണ്ട സിറ്റി കൂടെ നടന്നുള്ള വെയിൽ മൊത്തം കൊണ്ടിട്ടാണ് നമ്മൾ വന്നത്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ എത്ര നടന്നിട്ടും എത്തുന്നില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പോകാണ്ടിരിക്കാനും പറ്റില്ല, തിരിച്ചു വരാനും പറ്റില്ല. എന്താണെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങിയതില്ല. അങ്ങനെ നന്നായിട്ട് കൂട്ടിയോ അഭിനയെ സമ്മതിക്കണം. അഭിനയുടെ അമ്മ എന്തോന്ന നാരങ്ങാവെള്ളമൊക്കെ തന്നു ഞങ്ങൾക്ക്. നല്ല നാരങ്ങാവെള്ളമായിരുന്നു കേട്ടോ. ആട്ടിക്കൂടിയാണ് നടക്കുന്നത് അതിന്. രാവിലെയും വൈകിട്ട് ഇത്രയും ദൂരം. ഇപ്പം ഏകദേശം ഞങ്ങൾ 3:30 തൊട്ട് നടക്കാൻ തുടങ്ങിയത്. ഇപ്പം 4 മണി കഴിഞ്ഞു, എന്നിട്ട് നടന്നെത്തിയിട്ടില്ല. അതിന് ഇത്ര ദൂരം നടന്നിട്ട് എല്ലാ ദിവസവും വരുന്നത്. ഇതിനെ സമ്മതിക്കണം. നമ്മൾ കുറേ ഇടവഴികളിലൂടെയൊക്കെ കയറി. ആക്ച്വലി അഭിനി നമ്മളെ കുറുക്ക് വഴിയാണ് കൊണ്ടുപോയത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയെ പോയാൽ നിങ്ങൾ ഇനിയും ക്ഷീണിക്കും, ഇതിലും ഒരുപാട് നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറുക്ക് വഴി കൂടെ കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ അത്രയും മടുത്തുപോയി. അപ്പോൾ ശരിക്കുള്ള വഴിയെ പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായി. കാപ്പിക്കുരു ഒക്കെ എടുത്തിടും, എന്നിട്ട് കഴുകി ഫ്രഷായിട്ട് കൊണ്ടുപോകണം. അയ്യോ ആ പൂ കൊള്ളാം കേട്ടോ. പിന്നെ കണിക്കൊന്ന മരമായിട്ടല്ലേ നിൽക്കുക. എൻ്റെ ബാഗ് ഞാൻ അജിത്തിനെ പിടിക്കാൻ ഏൽപ്പിച്ചാണ്. ആ ബാഗിൽ ഭയങ്കര വെയിറ്റ്, അതിൽ കുറേ സാധനങ്ങളുണ്ട്. പാവജിത്ത് ഓരോ വളവ് കഴിയുമ്പോഴും നമ്മൾ അഭിനയോട് ചോദിക്കും, അഭിനി ഇനി കുറേ നടക്കാനുണ്ട്. അപ്പോൾ അഭിനി പറയും ഇല്ല അതില്ല, കുറച്ചേ ഉള്ളൂ, ആ ഒരു ചെറിയ കയറ്റമുണ്ട്, ആ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലമെത്തി. അങ്ങനെ പറഞ്ഞ് എത്ര കയറ്റവും വളവും കഴിഞ്ഞെന്ന് ഞങ്ങൾക്ക് പോലും അറിയൂല. ശരിക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. വഴി പോലും ഇല്ലാത്തൊരു കാട്ടിക്കൂടെ
ഇങ്ങനെ കൊണ്ടുപോവാണ് അഭിനെ. നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ തന്നെയാണ്. നമ്മൾ നേരത്തെ പോയി നേരത്തെ തിരിച്ചു പോരാന്നുള്ള കണക്കുകൂട്ടലിലാണ് പോയത്. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകുന്നത് 7:30 ആയപ്പോഴാണ്. അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിലും എൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു. എന്താ അഭിനയം എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അതുല്യ ഓക്കെ അല്ലേ, അതുല്യയുടെ ഫേസ് ആകെപ്പാട് ക്ഷീണിച്ചു പോയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം ഞാനിങ്ങനെ ഇത്രയും ദൂരമൊന്നും നടക്കാറില്ല കേട്ടോ. നല്ലതായിരുന്നു. വിളിച്ചോ നവ്യ, വിളിച്ചോ? അമ്നു മൈലാഞ്ചി കല്യാണം കഴിഞ്ഞിട്ട് രാത്രി 9 മണിയായപ്പോഴാണ് വന്നത്. അപ്പം ഇന്ന് സുമയുടെ കല്യാണം കൂടാൻ പോവാണ്. എൻ്റെ ഡ്രസ്സ് ഉണ്ടോ? ഇത് ഞാൻ ശരിക്കും 9th പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 7 വർഷം മുൻപ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. നമ്മൾ കലോത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 7 പേർക്ക് ഒരേ പോണക്ക് തയ്പ്പിച്ചതാണ്. പക്ഷേ ഞാനിത് 1-2 തവണ ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ. പക്ഷെ എന്നാൽ ഇത് ഈ ഡ്രസ്സ് കുറേ ഓടിയതാണ്. ഇപ്പം അവർ ഫ്രണ്ട്സിൻ്റെതാണെങ്കിലും പിഞ്ചിയൊക്കെ പോയിട്ട് അവരിത് അവർക്ക് ഉപയോഗിക്കാനും അവരുടെ ഫ്രണ്ട്സിന് ഉപയോഗിക്കാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കസിൻസ് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓടിയ ഡ്രസ്സാണ്. പക്ഷെ എന്താ എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ചേരില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് നോക്കുന്നതിന് മുൻപേ അഴിച്ചു വിടാനുണ്ടോ നോക്കി. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാനിപ്പോൾ തീരെ ഇഷ്ടമല്ല. കാരണം എനിക്കിങ്ങനെ പാവാടയാണ്, അപ്പോൾ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അറിയില്ല ഇതിട്ടോണ്ട് ഞാൻ ബസ്സിലൊക്കെ എങ്ങനെ ഞാനിനി ആവോ എന്താണെങ്കിലും നോക്കാം. എടുത്തിട്ടു, ഇനിയിപ്പോൾ മാറാനൊന്നും വയ്യ. ഇങ്ങനെ എങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് ഇതെടുത്തപ്പോൾ കാണാൻ പറ്റിയില്ല. ഇത് ഇവിടെ കിട്ടുള്ളൂ. അതാണ് എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയുണ്ടല്ലോ ഒരുപാട് ലേറ്റായിട്ട് ഞാൻ ഇറങ്ങും. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സമയത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും 8 മണിയാകുമ്പോൾ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് 8 മണിയാകുമ്പോൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുകയും ചെയ്യായിരുന്നു അമ്മൂന് ഭയങ്കര കൃത്യനിഷ്ഠയാണ്. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ ഞാനായിരിക്കും ഏറ്റവും അവസാനം ചെല്ലുന്നത്. സുമിയൻ്റെ കല്യാണത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സുമിയനെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. സുമിയാണെങ്കിൽ നിന്ന് തിളങ്ങുമായിരുന്നു. സുമിയുടെ ഡ്രസ്സിൻ്റെയും എല്ലാം ആയിട്ട് നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. നമുക്ക് ഒത്തിരി സന്തോഷമായി, സുമിക്ക് ഒത്തിരി സന്തോഷമായി നമ്മൾ ചെന്നതിൽ. കല്യാണം കണ്ടു ഗൈസ്. ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ്. അതെ, ഒന്ന് നോക്കി ഫോട്ടോ എങ്കിലും എടുക്കാം. നമ്മൾ കുറേ ലാസ്റ്റാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ കയറിയത്. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് സുമിയാൻ്റെ കല്യാണമൊക്കെ കണ്ട്, സുമിയയുടെ ഇങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടല്ലോ, നമ്മളതൊക്കെ കണ്ട് ഏകദേശം ലാസ്റ്റായിട്ടാണ് നമ്മൾ സുമിയൻ്റെ കൂടെ ഫോട്ടോ എടുത്തതും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. നല്ല ഭക്ഷണമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്ന് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ അവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തിരിച്ചു പോന്നു.